നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇങ്ങനെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയ ആശാന് ശരിക്കും ഭ്രാന്താവും. അതാ ഞാൻ പറഞ്ഞത്, ആശാന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വേണം. ആശാൻ ഏട്ടത്തേമേ മറക്കണോ ആശാനെ? ആശാനെ, ആശാനെ എന്തോ വലിയ ചിന്തയിലാണല്ലോ. ഒരു ചിന്താക്കുഴപ്പം പരിഹരിക്കായിരുന്നു അനു. എന്നിട്ട് കിട്ടിയ ഉത്തരം? ആ ഉത്തരം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിന്റെ നങ്കൂരം തന്നെയാ. അനു, 6 വർഷത്തെ ഒളിച്ചോട്ടത്തിന് ശേഷവും എന്നെ ഈ നാട്ടിലേക്ക് വലിച്ചടിപ്പിച്ച കാന്തിക മലയം. അപ്പോ മാഡം ഒടുവിലൊരു പോസിറ്റീവായ തീരുമാനത്തിലെത്തി. നന്നായി മാഡം, അത് തന്നെയാ വേണ്ടത്. മാഡത്തിന്റെ കഥ ആലോചിച്ച് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ നടക്കുവോ? ആദ്യ കാഴ്ചയിൽ തന്നെ പ്രപ്പോസ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്നവരാ ഇപ്പോഴത്തെ കുട്ടികള്. പ്രണയത്തിനും 1-2 ആഴ്ചത്തെ ആയുസേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ പിന്നെ ഒളിച്ചോട്ടത്തിന്റെ പോലും ആവശ്യമില്ലല്ലോ. അന്യനാട്ടിലായതുകൊണ്ട് ആണിന്റെ പെണ്ണിന്റെ വീട്ടുകാര് ഒന്നും അറിയില്ല. രജിസ്റ്റർ മാരേജ് പോലും വേണ്ട. ലിവിംഗ് ടുഗദറ സൗകര്യം. ആരെങ്കിലും സംശയിച്ച ഫ്രണ്ട്സ് ആണെന്നോ ഫ്ലാറ്റ് ഷെയർ ചെയ്യാണെന്നോ പറഞ്ഞാൽ മതിയല്ലോ. കൂടുതൽ സംശയിക്കുന്നവര് സദാചാര പോലീസ് എന്ന് പറഞ്ഞ് അവരുടെയും വാ പൂട്ടിക്കും. ആ ജീവിതത്തിനുണ്ടോ ആയുസ്? കൂടിപ്പോയ 6 മാസം, അതിനിടയിൽ അടിച്ചു പിരിയും. പിന്നെ അടുത്തത്. ഇഷ്ടപ്പെട്ട ആണിനോ പെണ്ണിനോ വേണ്ടി നിരവധി പ്രതിസന്ധികൾ അതിജീവിച്ച് ജീവിത അവസാനം വരെ കാത്തിരിക്കാൻ തയ്യാറായവരുടെയും ഭാഗ്യം കൊണ്ട് മാത്രം അതിന് സാധിച്ചവരുടെയും സാധിക്കാതെ മരിച്ചുപോയവരുടെയും കഥകൾ കേട്ടിട്ടില്ലാനു? ഉണ്ട് മാഡം. ഇലവരഞ്ഞി പുഴ പോലെ അപൂർവം. അതുമാത്ര പ്രണയം. ബാക്കിയെല്ലാം ചവറ. എന്ത് ആശാനെ, ഞാൻ അങ്ങോട്ട് വരായിരുന്നു. അതിനിടെ ബൈക്ക് പിന്നെയും കേടായി. എന്താടാ? നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി കറങ്ങിയിട്ട് വരാം ആശാനെ. കറങ്ങാനോ? ഞാനിവിടെ അകപ്പെട്ടിരിക്കുക. എന്താ ആശാനെ? ഞാനൊരു കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? കുറച്ചു നാളായിട്ട് അമ്മ നിർബന്ധിച്ചോണ്ടിരിക്കുക. ഇന്നിപ്പോ പെണ്ണ് കാണല്ലോ. അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ ആശാനെ. നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ? നടക്കട്ടെ എന്നോ? അപ്പൊ എന്റെ ശാലിനിയോ? ആശാനെ, ദേ ഞാനൊരു കാര്യം പറഞ്ഞ ആശാൻ ഒന്നും വിചാരിക്കരുത്. അത് ആലോചിച്ചിട്ട് കാര്യമില്ല ആശാനെ. ഈ കാത്തിരിപ്പിന് ഇപ്പൊ എന്താ ഒരു അർത്ഥം? കമല, എല്ലാം അറിയാവുന്ന നീ ഇങ്ങനെ പറയരുത്. പറയുന്നതിൽ സങ്കടമുണ്ട് ആശാനെ. എന്നാലും പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ചെയ്താ ഞാൻ ആശാന്റെ ആത്മാർത്ഥ സുഹൃത്താന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏട്ടത്തി അമ്മയ്ക്ക് പകരം ആശാന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വരേണ്ടത് ആവശ്യമാ ആശാനെ. ഏട്ടത്തേമ്മയെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കൊണ്ടാ ആശാനെ ഏട്ടത്തേമ്മയെ അവിടെ ഇവിടേക്ക് വെച്ച് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നേ. സത്യം പറഞ്ഞ അതൊരു മാനസിക പ്രശ്നമല്ലേ ആശാനെ? ഇങ്ങനെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയ ആശാന് ശരിക്കും ഭ്രാന്താവും.
അതാ ഞാൻ പറഞ്ഞത്, ആശാന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വേണം. ആശാൻ ഏട്ടത്തേമ്മയെ മറക്കണോ ആശാനെ? ആശാനെ, ആശാനെ, ആശാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഛേ, ഇനിയെങ്കിലും ഉള്ള കാര്യം പറയണ്ടേ. അതെ, എനിക്ക് ഭ്രാന്താണ്. മുഴുത്ത ഭ്രാന്ത. ഇയാള് തന്നെ കാരണം. ഇയാളുടെ ഒളിച്ചോട്ടം. ഇയാളുടെ ഒളിച്ചോട്ടം എല്ലാം അവസാനിപ്പിച്ചിട്ടൊന്ന് പടങ്ങി വാടോ. പടങ്ങി വാ. മാഡം സത്യമ്മയുടെ വീട്ടിലേക്കല്ലേ? ആ മാഡം, അവിടേക്ക് ഞാൻ അനുപലവിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് മാത്രമല്ലല്ലോ. മാഡം, സോറി മാഡം. അനു, നമ്മളെല്ലാം മനുഷ്യരാ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ. ഏറ്റവും അധികം സ്നേഹവും സഹനവും ഒക്കെ പെണ്ണിനാ ഉള്ളതെന്ന് പറയാറുണ്ട്. പക്ഷെ ഏറ്റവും ദുർബലതയും പെണ്ണിന് തന്നെയാ. മാഡം, നിക്കടവിടെ, അവിടെ നിക്കാൻ, എടാ നിക്കാൻ, നിക്കടവിടെ, നിന്നോട് പറഞ്ഞു നിക്കാൻ, എടാ അവിടെ നിക്കാൻ. എടാ അവിടെ നിക്കാൻ, എടാ അവിടെ നിക്കാൻ, നിക്കവിടെ നിക്കാൻ, നിക്കടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.